നമ്മളൊരു മൈക്ക് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ഇപ്പം വാങ്ങിക്കുകയാണുള്ളത്. നമ്മൾ വാങ്ങിച്ചത് ഷെറഫ് ഡി ജിന്നാണ്. Porodo chose the best wireless lavalier microphone and charging case. ഇത് ടൈപ്പ് സിയും ലൈറ്റ്നിങ്ങും സപ്പോർട്ടാണ്. മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്കപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനുണ്ട്. പിന്നെ 3.5mm ഓക്സ് ഇൻ ആൻഡ് ഔട്ട് ഉണ്ട്. ഐഡിയൽ ഫോർ ലൈവ് സ്ട്രീമിംഗ് വീഡിയോസ് ആൻഡ് പോഡ്കാസ്റ്റ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 21 hours ഓഫ് നമുക്ക് ടോട്ടൽ യൂസ് ചെയ്യാം. ഇതിൽ ഇപ്പോൾ എന്തൊക്കെ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻവിറോൺമെൻറ്റ് നോയ്സ് റിഡക്ഷൻ ഉണ്ട്, പ്ലഗ് ആൻഡ് പ്ലേ ഉണ്ട്, ലോ ലാറ്റൻസി ഉണ്ട്. ഓക്കെ, ഇത് TRA ആണ്, ഒമാൻ TRA എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ലെവലിയർ ഫോൺ ടാബ്ലറ്റ് ക്യാമറ എല്ലാത്തിനും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഷെറഫ് ഡി ജിയിൽ ഒരു മൈക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. പൊറോഡോൻ്റെ വയർലെസ് ലെവലിയർ മൈക്രോഫോൺ ആൻഡ് ചാർജിങ് കേസ്, അങ്ങനെ ലൈറ്റ്നിങ്, ടൈപ്പ് സി, 3.5mm ഓക്സ് ഇൻ ആൻഡ് ഔട്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളുള്ളൊരു മൈക്കാണ്. 2 ഉണ്ടാവും. ഇത് ചാർജിങ് കേസും എല്ലാ സംഭവങ്ങളും ഉള്ളതാണ്. ഇതാണ് അതിൻ്റെ ഒരു പിക്ചർ. അപ്പം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ്. ഇതിപ്പോൾ ഗൾഫിൽ നിന്ന് വാങ്ങിച്ചത് ഷെറഫ് ഡി ജിന്നാണ് വാങ്ങിച്ചത് അല്ലേ? ഇപ്പം നമുക്ക് ഓഫർ കിട്ടിയേക്കുന്നത് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 26 റിയാലാണ്. ഒമാൻ റിയാൽ 26 റിയാലാണ് വരുന്നത്. ഇതിപ്പം വിത്ത് സപ്പോർട്ടാണ് വരുന്നത്. ആക്ച്വലി ഇത് നമുക്ക് ഇതിൽ തന്നെ ഇട്ട് ചാർജ് ചെയ്യാൻ വരുന്ന കേസോട് കൂടി വരുന്നത്, ചാർജിങ് കേസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ വേറൊരു ഓപ്ഷൻ പൊറോഡോയുടെ ഇതിന് തന്നെ വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് കേസ് ഇല്ലാത്തത് നമുക്കൊരു 19 റിയാലിന് കിട്ടും. പക്ഷേ ഇപ്പം ഇതിനിപ്പോൾ ഓഫർ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഷെറഫ് ഡി ജിന്ന് 19 റിയാലിനൊരു 7 റിയാൽ കുറച്ചിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പിക്ചർ. ഇതിൽ ലൈറ്റ്നിങ്, ടൈപ്പ് സി, 3.5mm ഓക്സ് ഇൻ ആൻഡ് ഔട്ട്, അങ്ങനെ എല്ലാ സംഭവവും ഫീച്ചേഴ്സ് കുറേ ഉണ്ട്. പിന്നെ ഇത് ചാർജിങ് കേസ് അടക്കം വരുന്ന സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ചാർജിങ് കേസ് ഇല്ലാത്തത് 19 റിയാലിനുണ്ട്. പക്ഷേങ്കിൽ ഇതേ സംഭവം തന്നെ വേറെ എക്സ്ട്രാ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ ഒരു 19 റിയാൽ, അതായത് 26 റിയാൽ അല്ലാണ്ട് 19 റിയാൽ അത്രയും ഓഫറിൽ ഉണ്ടെന്ന് അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കും 19 റിയാലിന് തന്നെ ഇതേ സംഭവം, അതായത് വിത്ത് ചാർജിങ് കേസുള്ള സംഭവം നമുക്കും തന്നു. അപ്പം പാക്കിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. സംഭവം ഓക്കെയാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്തിപ്പം വരുന്നത് ബോക്സ് സംഭവം, ബോക്സ് കേസ് ഉണ്ട്. പിന്നെ അതിൽ തന്നെ ഒരു മൈക്രോഫോൺ ഉണ്ട്. നമുക്കിതിപ്പോൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ ഓഡിയോ, പറയുന്ന ഓഡിയോ എത്ര ക്ലിയർ ആണോ എന്ന് നോക്കാനുള്ള ഈ ഹെഡ്ഫോൺ നമുക്ക് ഡയറക്റ്റ് 3.5mm അതിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഒരേ സമയത്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ അങ്ങനെ ക്ലാരിറ്റി ഉണ്ടോയെന്ന്. അതാണ് ഹെഡ്ഫോണ്. പിന്നെ അതിൻ്റെ കൂടെ 3.5 to 3.5 കണക്ഷനുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ചാർജ് ചെയ്യാനുള്ള USB-A to USB-C ടൈപ്പ് ഉണ്ട്, ഇതുണ്ട്. പിന്നെ ഇനി അടുത്ത് നമുക്ക് ബോക്സ് എങ്ങനെയാണെന്ന് നോക്കാം. ബോക്സും അത്യാവശ്യം മൊത്തത്തിൽ അവർ റാപ്പ് ചെയ്തിട്ടാണ് അത് ഉള്ളത്. പിന്നെ അതിൽ പേപ്പർ വർക്ക്സ്, സ്കാൻ ചെയ്യാനുള്ള സംഭവങ്ങൾ, വേറെ കൂടുതൽ പേപ്പർ വർക്ക്സ് ഒന്നുമില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. വാ,
നല്ല അത്യാവശ്യം അടിപൊളിയായിട്ട് സെറ്റ്. ചാർജിങ് കേസ് ഉള്ളത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇത് നമുക്കിങ്ങനെ അതിലിപ്പോൾ 2 മൈക്രോഫോൺ, ഒരു റിസീവറും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ തന്നെ ലൈറ്റ്നിങ്ങും USB Type-C ഉണ്ട്. പിന്നെ ക്ലിപ്പ് പോലെ നമുക്ക് അത് എവിടെയെങ്കിലും വേണമെങ്കിൽ ഇപ്പം മൊബൈൽ മീൻസ് ക്യാമറയിലൊക്കെ കണക്ട് ചെയ്യുമ്പോൾ അവിടെ അറ്റാച്ച് ചെയ്യാൻ വെക്കാം. പിന്നെ അതിലുള്ളത് ഹെഡ്സെറ്റിൻ്റെ 3.5-ൻ്റെതും ഒന്ന് പിന്നെ നമുക്ക് ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ളതും, പിന്നെ രണ്ടാമത്തത് ഇപ്പം ക്യാമറയോ വേറെ 3.5 mm ഉള്ളതിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളെ മൈക്ക് 2 മൈക്ക് വരുന്നുണ്ട്. ഭയങ്കര ബ്ലാക്ക്, നല്ല ലുക്കായിട്ടുണ്ട്. ബോക്സും അതിൻ്റെ പാക്കിങ് സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. ഇത് നല്ല സ്പോഞ്ച്, നല്ല രസമുണ്ട്. പിന്നെ ഇതിൻ്റെ ബട്ടൺ, ഇതാണ് ഇതിൻ്റെ ബട്ടൺ, ഓൺ ആൻഡ് ഓഫ് ബട്ടണാണ് ഇവിടെ വരുന്നത്. ഓക്കെ, പിന്നെ ഇത് നമുക്കിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാം, ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാം അങ്ങനെ. പിന്നെ ഇത് USB ഇൻഡിവിജ്വലി നമുക്ക് ചാർജ് ചെയ്യാനും USB ചാർജ് ചെയ്യാനുള്ള അത് രണ്ടിനും വരുന്നുണ്ട് എല്ലാം. ഓക്കെ, പിന്നെ ഉള്ളത് ഇതാണ്. ഇതിനും ഇതുപോലെ തന്നെ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ ഉണ്ട്, വോയിസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ബട്ടൺ ഉണ്ട് ഇവിടെ 2. പിന്നെ ഇതാ ഇവിടെയും USB എക്സ്ട്രാ അതെ. പിന്നെ ഇതും ക്ലിപ്പ് ചെയ്ത് വെക്കാനുള്ള സംഭവങ്ങളുണ്ട്. അപ്പം നമുക്കിനി ഇത് കണക്ട് ചെയ്ത് ഇതിൻ്റെ എങ്ങനെയുണ്ട്, എത്ര ക്വാളിറ്റി ഉണ്ട്, എന്തുണ്ട് സംഭവം ഇതിൻ്റെ, നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഓണാക്കിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരു ഭാഗത്ത് ലൈറ്റ്നിങ്ങും മറ്റേ ഭാഗത്ത് Type-C ആണല്ലോ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഫോണുമായിട്ട് പെയർ ചെയ്തിട്ട് എങ്ങനെയുണ്ട് വോയിസ്, അതിൻ്റെ ഒരു ഓഡിയോ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്കിൻ്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യാണ്. അപ്പോൾ സംഭവം കുറച്ച് കഷ്ടപ്പെട്ട് ഇൻസ്ട്രക്ഷൻ മാനുവലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് എങ്ങനെ ആക്കണമെന്ന് മുമ്പേ നോക്കി വെക്കേണ്ടതിന്, പക്ഷെ നോക്കിയില്ല. ഓക്കെ, അപ്പോൾ ഈ ബ്ലൂ ലൈറ്റ് കത്തണം. അപ്പോൾ പിന്നെ എന്നിട്ട് മറ്റേ നമ്മൾ ആ സംഭവം ഇല്ലേ, 2 സംഭവം ഒന്ന് നമ്മൾ ഫോണിൽ കണക്ട് ചെയ്തിട്ട് അപ്പം തന്നെ എല്ലാം കണക്റ്റ് ആവും. അപ്പോൾ ഇപ്പോൾ എല്ലാം റെക്കോർഡ് ആവുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ മൈക്ക് യൂസ് ചെയ്യാതെയാണ് സംസാരിച്ചത്. ഇപ്പം നമ്മൾ ഇടയ്ക്ക് വെച്ച് ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്ത് അൺബോക്സ് ചെയ്തതിന് ശേഷം ഇപ്പം മൈക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.